അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൻ്റെ സിദ്ധാന്തം, അതിൻ്റെ ആദർശം അത് വേറൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് വേറൊന്നാണ്. അത് പിന്നെ ഇവിടെ നമുക്കറിയാലോ, ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ഇവിടെ നിരീശ്വരത്വം നടപ്പാക്കുന്ന ഒരു പദ്ധതി അവർ കൊണ്ടുവന്നിട്ടില്ല. അത് നടക്കില്ല അങ്ങനെയുള്ളത്. അതാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം. അല്ലാതെ ഇടതുപക്ഷത്തിൽ കമ്മ്യൂണിസം ഉണ്ട് എന്നത് കൊണ്ടിട്ട് ഇടതുപക്ഷത്തിന് മുഴുവനും നമ്മൾ എന്താക്കണം, എതിർക്കണമൊന്നുമില്ല. അവർ എന്തെങ്കിലും മോശമായ കാര്യം കൊണ്ടുവന്നാൽ എതിർക്കും, നല്ലത് ചെന്നാൽ അതിനെ പിന്തുണക്കും. അനി വലതുപക്ഷമാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലാതെ സമസ്തയെ സംബന്ധിച്ചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഒന്നിനെ എതിർക്കണമെന്നോ ഒന്നിനെ അനുകൂലിക്കണമെന്നോ എന്നുള്ള സിദ്ധാന്തം ആർക്കുമില്ല. ആദ്യം അകൽച്ചല്ലല്ലോ, പത്രക്കാർ നിങ്ങളുടെ സൃഷ്ടിയാണല്ലോ അകൽച്ചുണ്ടെന്നുള്ളത്. പാണക്കാട് തങ്ങന്മാർ എന്നല്ല, ആരുമായിട്ട് നമുക്കെന്തില്ല ഒരു അകൽച്ചല്ല. എല്ലാവരെയും സൗഹാർദ്ദത്തിൽ പോകണം എന്നുള്ളതാണ് ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചതും അതാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അങ്ങനെ നേരത്തെ അങ്ങനെ ആയില്ലല്ലോ. എവിടെ ആരെയാണ് പറഞ്ഞത്? പാണക്കാട് തങ്ങന്മാരെ പറ്റി ഞാൻ വിമർശിച്ചു നിങ്ങളുടെ സൃഷ്ടിയാണ്. ഇപ്പം മാതൃഭൂമിൻ്റെ ഒരാളാണ് ഇന്നലെ തന്നെ എന്താക്കിയത്. ഞാൻ സ്വാഗതം പറയുന്നതിന് സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പാണക്കാടിൻ്റെ വിരോധികളെന്ന് പറഞ്ഞ് നിങ്ങൾ പേരിട്ടാണ്. ഞാൻ പാണക്കാട് തങ്ങലും സാദിഖലി തങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി തീർത്തിട്ട് നിങ്ങൾ വാർത്ത കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന സൃഷ്ടിയാണ്. ഞാനതിന് ഉത്തരവാദിയല്ല.